Hello guys, welcome to Neyappa Media. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ട്രാവൽ ഡയറീസ്. Just the other day, saw you looking my way. I start to contemplate moments that went to waste. Why you do that? You drop me like who that? And put me through that. But baby, it's useless. I'm living my life. Don't need you in mine. Me feeling just fine. One of a kind. Who better than I? Oh. Shawty, don't play that game. Shawty, don't play that game. Don't keep you safe. Time that I relocate, don't play that game. Shawty, don't play that game. Know my place. Shawty, I know my. Got a lot to do, I got a lot to do, I got a lot to do. At the crack of dawn in the dark of night, what I got to do? I'ma make it loud, how I made you scream like a cockatoo. Turn the pussy wet by the shoulder rest, what the cock'll do. വളരെ മനോഹരമായ ഒരു ലൊക്കേഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എന്താ പറയുക, കുട്ടനാട്ടിൽ നിന്നും കുട്ടനാട്ടിലെ AC റോഡ്, അതായത് ആലപ്പുഴ ചങ്ങനാശ്ശേരി AC റോഡിൽ നിന്നും കൈനഗിരിയിലേക്ക് തിരിഞ്ഞ് പോകുന്ന ഒരു റോഡാണിത്. ആ റോഡിൽ വളരെ മനോഹരമായ സ്ഥലം കണ്ടപ്പോഴാണ് നമ്മളിവിടെ നിർത്തിയത്. ഒരുപാട് മനോഹരമായ തുരുത്തുകളും ഒക്കെ ഉള്ള ഒരു ഏരിയയാണിത്. നല്ല രസമുണ്ട്. ഞങ്ങളിവിടെ കുറേ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു. വളരെ ഭംഗിയുള്ളൊരു ഏരിയയാണ്. നമ്മൾ കുറച്ചും കൂടെ ഉള്ളിലോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും ഒന്ന് കാണാം എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ ഇറങ്ങിയത്. വണ്ടിയുടെ ഫോട്ടോസ് എടുത്ത് തകർക്കുകയാണ്. നല്ല ലൊക്കേഷനാണ്, ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു ലൊക്കേഷനാണ്. കുട്ടനാടിൻ്റെ മനോഹരമായ കാഴ്ചകളിലൂടെ ഒരു ചെറിയ ഡ്രൈവ് ആസ്വദിക്കാനാണ് നമ്മളിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. കുറച്ചങ്ങോട്ട് പോകുമ്പോൾ എന്തൊക്കെ കാഴ്ചകളുണ്ടെന്ന് നമുക്ക് വഴിയേ കാണാം. അപ്പുറത്തും വെള്ളം, ഇപ്പുറത്തും വെള്ളം. ഇനി ഉള്ളിൽ വെള്ളം വേണോ? പക്ഷെ ഇവിടൊക്കെ കണ്ടിട്ട് പാടമൊന്നും തോന്നുന്നില്ല. എങ്കിലും നമുക്ക് ഈ ചെറിയ തുഴയാൻ പറ്റും. കള്ള് ഷാപ്പുണ്ട് ഇവിടെ അടുത്ത്. ഇവിടെ നല്ല കള്ള് ഷാപ്പ് കിട്ടി. ഒരുപാട് വണ്ടി, 2 വണ്ടികളൊക്കെ കിടപ്പുണ്ട്. കുറച്ച് വണ്ടികൾ കിടപ്പുണ്ട്. നമുക്ക് കയറിയാലോ? കഴിക്കാനാണ് അതോ കള്ള് ഷാപ്പ്? നല്ലൊരു കള്ള് ഷാപ്പിലേക്ക്. ആറ്റുമുഖം ഫാമിലി റെസ്റ്റോറൻറ്റ്, കൂടെ കള്ള് ഷാപ്പും എല്ലാം ഉണ്ട്. അപ്പോൾ നല്ല ഭക്ഷണം കിട്ടും. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അതേ ഉള്ളൂ. എല്ലാരും കാണട്ടെ. ശരണേ, നിന്റെ വീട്ടിലും ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ശരണേ സ്ഥലം? അടിപൊളി സ്ഥലം. നീ മുടി നേരാക്കാനാണോ ക്യാമറയിലോട്ട് നോക്കിയത്? നല്ല അടിപൊളി സ്ഥലമാണ്. നല്ല അടിപൊളി ഫുഡ് കിട്ടിയാൽ കൊള്ളായിരുന്നു അല്ലേ? ഫുഡാണ് പ്രധാന ലക്ഷ്യം. 1:45 1:45 നല്ല അടിപൊളി ഫുഡ് കിട്ടിയാൽ പോലെ. കള്ള് ഷാപ്പിൽ കിട്ടുന്ന ഫുഡിന്റെ ടേസ്റ്റ് വേറെ എവിടെയെങ്കിലും കിട്ടുമോ? ഇല്ലല്ലോ. അതാണ്, കള്ള് ഷാപ്പിൽ കിട്ടുന്ന ഫുഡ് അടിപൊളിയായിരിക്കും. നോക്കാം.
മാട്രിമോണി സൈറ്റിലൊക്കെ ഇടാറില്ല. അതിന് വേറെ പറയാനായിരിക്കും. നല്ല ബീഫ്. നല്ല കപ്പ. എരിവുണ്ട് കേട്ടോ, എരിവായി തുടങ്ങി. അടുത്ത സാധനം ബീഫും ഞാൻ എടുത്തു. എടുത്തു. എൻ്റെ അഭിപ്രായത്തില് ബംഗാളി ഓരോ മാസം ഓരോ വണ്ടി എടുക്കണം. ആണല്ലേ? അടുത്ത കറണ്ട് വണ്ടി എടുക്കുമ്പോഴല്ലേ? എന്നാലേ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ റിച്ചാവട്ടെ. ഒരു വണ്ടി ഒന്നും വണ്ടിയുടെ പട്ട ഇട്ടത് പണിയായി. എനിക്ക് ഇന്നലെ ഒരുപാടായി. ഞാൻ പിന്നെ തിരുത്താൻ പോയില്ല. പക്ഷെ ഇതിലൊക്കെ രസം തോന്നുന്നറിയോ, ഈ വണ്ടി എടുത്താൽ ഞാനിതൊരു ഫോട്ടോ ഇട്ടിട്ടില്ല. വണ്ടി എടുത്തില്ലേ? അത് മതി. ഒരു ബീഫ്, ഇച്ചിരി കപ്പ, ഇനി വേണമെങ്കിൽ ഇച്ചിരി പൊടിമീൻ. പൊടിമീൻ ചോറ് എൻ്റെ കയ്യിലില്ല. ഇങ്ങനെ കുഴപ്പമില്ല, പൊടിമീനാന്ന് വിചാരിച്ചിട്ടാണ്. സൂപ്പർ, ഒന്നും പറയാല്ല. അങ്ങനെ കഴിച്ചുണ്ടായിരുന്നു. ശരണ ഫുഡ് വിഷം ഇരുന്നുകൊണ്ട് കൂടെയാണ് പോകുന്നത്. നല്ല സൂപ്പർ കറി. കറിയിലെ കറിയുടെ അട്ടകടാകം വരെ ഇളകി. എന്നാലും ബീഫ് തീർന്നു. ബീഫ് തീർന്ന്, കപ്പ തീർന്ന്. പക്ഷെ കറി എരിവ്. പക്ഷെ ഷാപ്പിലെ കറിക്ക് അത്ര പ്രതീക്ഷ മതി. തോണ്ടി വരുന്നു. അത് ആട്ടി കൊടുക്കാറില്ല. ഇത്ര എരിയുടെ പ്രശ്നമുണ്ടെന്ന്. ഇവിടെ ബോട്ടിംഗ് ഉള്ളത് നമുക്ക് നോക്കാം. ബാക്കിൽ എന്താ 6 പറഞ്ഞേ? എന്താന്നാ പുള്ളി പറഞ്ഞേ? 6 അവിടെ ബോട്ടിങ്ങും സ്പീഡ് ബോട്ടും മോട്ടോർ ബോട്ടും ഒക്കെ ഉണ്ട്. അവിടെ ഫുഡും കാര്യങ്ങളെല്ലാം ഇവർ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന പറഞ്ഞേക്കാം. നമുക്ക് നോക്കാം. ഒരു ഹൗസ് ബോട്ട് കിടപ്പുണ്ട്. ഹൗസ് ബോട്ടും ഒരു മോട്ടോർ ബോട്ടും ഉണ്ട്. അതിലവർ ഫുഡും കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു ഏരിയ ആണിത്. വളരെ ഭംഗിയുണ്ട്. ബോട്ടും വള്ളങ്ങളും ഒക്കെ ആയിട്ട്. ഇതെല്ലാം ടൂറിസം ഇപ്പം കൊറോണ ആയി ടൂറിസം നിലച്ചതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഇവിടുത്തെ ആൾക്കാർ സത്യത്തിൽ. കാരണം ഇന്നിപ്പോൾ ഇവിടെ ഹോട്ടലിൽ ഞങ്ങളിപ്പോൾ കയറിയ ഹോട്ടലിൽ ഇപ്പോൾ തുറന്നതേ ഉള്ളൂ. ഫുള്ള് പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ആയിട്ട് നിറഞ്ഞു കിടക്കുക. വണ്ടിയുടെ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ വണ്ടി നിൻ്റെ പേരിലായോ? കൊള്ളാടാ. ഓണറായ ഞാൻ മാത്രമേ ഇതുവരെ വണ്ടിയുടെ സ്റ്റാറ്റസ് പോസ്റ്റ് ഒന്നും ഇട്ടിട്ടില്ല. ഇവിടെ പലരും കൺഗ്രാജുലേഷൻസ് വാങ്ങിക്കുന്നുണ്ട്. വണ്ടി ആര് വാങ്ങിച്ചു എന്നുള്ളതല്ലേ പ്രശ്നം. ആരാദ്യം സ്റ്റാറ്റസ് തിരിച്ചു പിടിച്ച് കേട്ടാൻ പറ്റുമോ? അയ്യോ, ഞാൻ പോയി കേട്ടോ. ഇത് എങ്ങനെ ഇറങ്ങും? ഞാൻ നീന്തി കയറും. കൈകാലിക്കടിച്ചാലും എന്റെ ഓർഡർ എല്ലാം കണ്ട് തെറി വിളിക്കുന്നു. ഇല്ല, ഒന്നും പറയത്തില്ല. ബോട്ട് മറിച്ചെന്ന് പറയുമോ? രക്ഷപ്പെട്ട് കെട്ടുണ്ട്. ഒന്നല്ല 2 കെട്ട് കെട്ടി. ഇതില് ശരൺ കയറുന്നോ? കഴിക്കുന്നത് അറേഞ്ച് ചെയ്ത് തരാതെ ശരണ കയറുന്നോ? മോട്ടോർ ബോട്ടിൽ കയറുന്ന ഒരു പരീക്ഷണം നടത്തുന്നതോ? ഇതിനകത്ത് ഇരുന്ന് കഴിക്കുന്നത് അറേഞ്ച് ചെയ്ത് തരാതെ. ഇതിൽ 500 രൂപയല്ലേ ഉള്ളു? 500 രൂപയല്ലേ ഉള്ളു? ഇതില് ഏതായാലും 500 ഉള്ളൂ. പക്ഷെ ഇതിലൊക്കെ കയറി എങ്ങനെ മനസ്സിലാക്കി കഴിക്കുന്നത്? അതിനാ ടേബിൾ ഇട്ടേക്കുന്ന നടക്ക്. അത് ടേബിളാണ് ഇപ്പോഴാണ്.
ഇവിടുത്തെ പരിപാടി കഴിഞ്ഞല്ലോ. ഇനി അടുത്ത സ്ഥലത്തോട്ട് പോകാം. ആലപ്പുഴയിലെ ബോട്ട് റേസിന്റെ ഫിനിഷിംഗ് പോയിന്റിലേക്കാണ്. ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് വരാം ഫിനിഷിംഗ് പോയിന്റ് എങ്ങനെയാണെന്നുള്ളത്. സ്റ്റാർട്ടിംഗ് പോയിന്റ് പോലും കണ്ടിട്ടില്ല. സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെയാണെന്ന് അറിയില്ല. സ്റ്റാർട്ടിംഗ് പോയിന്റ് കാണാൻ പറ്റും. ഭക്ഷണം കഴിച്ചതിന്റെ ഉറക്കം വരുന്നുണ്ട് ചെറുതായിട്ട്. കൂടുതൽ കഴിക്കാൻ ഞാൻ ചോറൊന്നും ഇല്ലാതെ എന്നാലും കപ്പ മാത്രമല്ലേ കഴിച്ചോളൂ. നമ്മൾ കൂടുതൽ ഓർഡർ ചെയ്യുന്നില്ലല്ലോ. ആവശ്യത്തിന് മീൻ ഒരുപാടുണ്ടായിരുന്നു. അത് മീൻ ഒരുപാടുണ്ടായിരുന്നു അല്ലേ? മീൻ അടിപൊളിയായിരുന്നു. നമ്മുടെ നാട്ടിലൊരു പാരയുടെ ഒക്കെ വലിപ്പം വരും ഒരു തല. ഞാൻ എപ്പോഴാ പറഞ്ഞു ഒരു തല വാങ്ങിച്ചാൽ മതിയെന്ന്. അല്ലെങ്കിൽ നമ്മള് രണ്ടു മൂന്ന് ബീഫ് കൂടെ വാങ്ങിച്ചാലേ. അങ്ങനെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ആലപ്പുഴ വള്ളംകളിയുടെ ആലപ്പുഴ ബോട്ട് റേസിൻ്റെ ഫിനിഷിംഗ് പോയിന്റിലാണ്. എന്താണ് ഉള്ളത് നമുക്ക് നോക്കാം. ഒരുപാട് ഹൗസ് ബോട്ടുകൾ ഇവിടെ ഒതുക്കിയിട്ടുണ്ട്. ഇഷ്ടംപോലെ ഹൗസ് ബോട്ടുകളാണ് ഇവിടെ ഒതുക്കിയിട്ടിരിക്കുന്നത്. കാണാൻ വളരെ നല്ല കാഴ്ചയാണ്. കാരണം ഇപ്പം ടൂറിസ്റ്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒട്ടും പൊല്യൂട്ടഡ് അല്ല ഈ ഏരിയ. അതായത് പ്ലാസ്റ്റിക് ബോട്ടിലുകളോ കാര്യങ്ങളോ ഒന്നും ഇവിടെ കാണുന്നില്ല. ആ ഒരൊറ്റ കാര്യമാണ് കൊറോണ മൂലം നന്നായിട്ടുള്ളത്. അല്ലാതെ ബാക്കിയെല്ലാം എല്ലാ ഏരിയയും എല്ലാ മേഖലയും എല്ലാ ടൂറിസം മേഖലയും നശിച്ച് കിടക്കുകയാണ്. ആരുടെയിലും പൈസയില്ല. ടൂറിസം ഫുൾ ഡൗൺ ആണ്. എന്ന് തിരിച്ചു വരുമെന്നുള്ളത് നമുക്കറിയില്ല. എന്താ പറയുക, എല്ലാം കംപ്ലീറ്റ് ടൂറിസ്റ്റ് ഏരിയയും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസും എല്ലാം കൊറോണ മൂലം അടച്ചിട്ടേക്കാണ്. കേരളത്തിൽ ഇതുവരെ ഒന്നും തുറന്നിട്ടില്ല. എന്ന് തുറക്കുമെന്ന് നമുക്കറിയില്ല. ഇവരുടെ കാര്യങ്ങളെല്ലാം ഭയങ്കര കഷ്ടമാണ് കേട്ടോ. കാരണം ഒന്നും തുറക്കാൻ പറ്റില്ല. ഇതൊക്കെ ഇവർ എത്രമാത്രം പൈസ മുടക്കി അത് ലോൺ എടുത്തൊക്കെ ആയിരിക്കും ഇവരിതെല്ലാം ക്രിയേറ്റ് ചെയ്ത് നല്ലതുപോലെ ശരിയാക്കിയിട്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല.
ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു കാഴ്ചയുമായി മറ്റൊരു സ്ഥലത്തെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.